സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിലെ ഓരോ അഴുക്ക് ചാലുകളും വൃത്തിയാക്കി, കടൽ തീരങ്ങൾ വൃത്തിയാക്കി, വീടുകളിലെ വാട്ടർ ടാങ്കുകൾ കയറിയിറങ്ങി വൃത്തിയാക്കി, സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശ്നേഷ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്താണ് പ്രശ്നേഷിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ ഇവിടെ ഭയങ്കര സ്വന്തം അമ്മയെ പറ്റി പെങ്ങളെ പറ്റി ഊമ്പിത്തരം പറയുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ഇതിന് മറ്റൊരു ചരിത്രമുണ്ട്, ഒരു ഫോർച്യൂണറിന്റെ ചരിത്രം. ഈ കലിയുഗത്തിൽ ഒരു കാറില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്ത്? അതുകൊണ്ട് നമുക്കൊരു കാർ എടുക്കാം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ഇസ്യൂസിന്റെ വണ്ടിയോ അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഉണ്ടല്ലോ, എന്തുവാ ഇലക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അത് മതി നമുക്ക്. ആദ്യ ഗഡു ഒരു 20,000 rupees ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ, ആ ചെല്ലു സുധാരണ ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണമെന്ന് പറയുന്നവനില്ലേ നീ? നിന്റെ സ്വന്തം പെങ്ങൾ ഈ പറയുന്നത് ശരിയാണോ, അതോ നിനക്ക് ഫോർച്യൂണറിന് വേണ്ടിയിട്ടാണോ ഇത്? അതേന്ന് കൂട്ടിക്കുന്നു, ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. Hey girl, what's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. അതെന്താ നട്ടുച്ചയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് വന്ന് പറിക്കടിക്കൂ?